ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ഒരു ഏട്ടക്കറിയാണ്. കറിക്ക് ആവശ്യമായ പച്ചക്കറികൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി 3 വിസിൽ അടുപ്പിക്കാം. കറി ഉണ്ടാക്കാനായി നേരത്തെ വേവിച്ച് വെച്ച ഉള്ളി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 സ്പൂൺ മല്ലിപ്പൊടി. ഇവ നന്നായി മൂപ്പിച്ചെടുക്കാം. കറിക്ക് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളപ്പിച്ചെടുക്കാം.
കിലോ ഏട്ട ഉണ്ടാവും ഇത്. കഴുകി വൃത്തിയാക്കി വെച്ച ഏട്ട കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറി വറവിടാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഏട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.